സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കാഫി രാഗത്തിൽ പാതിരാവായില്ല, മൂന്നാണ് ശ്രുതി, ഒറിജിനൽ ശ്രുതി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ रे म पद पद मग गिरि रे रे प गा रि सा सा स रि नि सा प नि स ग रि ग स रि स स स रे म पद पद मग गिरि रे रे प गा रि सा सा स रि नि सा. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. കാഫി രാഗത്തിന്റെ ആരോഹണോ അവരോഹണോ ഒന്ന് മൂന്ന് ശ്രുതിയിൽ ഒന്ന് വായിച്ചു തരാം. കാഫി രാഗം ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറയൊന്നും വേണ്ട, അപ്പൊ പാട്ട് തുടങ്ങാം. ആദ്യം സ്വരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നീ വലുത് ആദ്യം ബേസ് തുടങ്ങും. രീ വലുത്, മാ ചെറുത്, പനിസ എന്ന് പറയുന്ന നീ വലുത്. അവരോഹണത്തിൽ സനീപ്പ നീ ചെറുത്, ഗമനിപ്പ ആ ഗ വലുത്, നീയും ചെറുത്, ഗമനിപ്പ ആ ഗ ചെറുത്, രീ നീസ. ഓക്കെ, നീ പാതിരാവായില്ല, നീ സരി മകരി നീ സരി പാതി, നീ സരി പാതി രാ. അവിടെ നീ സരി റിമ രാ രാവായില്ല, ഗരി വായില്ല. മനസ്സിലായോ? ഒന്നുകൂടി നന്നാക്കല്ലേ നമുക്ക്. പാതി രാ റിമ ഗരി വായില്ല. അത്ര മെല്ല പോരെ. പാതി രാ റിമ രാ വായില്ല, ഗരി റിമ ഗരി പാതി പാതി രാ പാതി രാ റിമ പാതി രാ വായില്ല, ഗരി. ഓക്കെ, അടുത്തത് റിമ ഗരി പൗർണമി കന്യയ്ക്കു. അത് ഒരേപോലെ തന്നെ ഒന്നിച്ച് പാടണോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞുതരാം. പൗർണ സരി പൗർണമി മീ രമ രീമ രമ എന്നാ പറയാ. രീമ മീ കന്യയ്ക്കു, ഗരി പൗർണമി സരി റിമ പൗർണമി കന്യയ്ക്കു, ഗരി കന്യയ്ക്കു, സരി റിമ ഗരി പൗർണമി കന്യയ്ക്കു. ഓക്കെ, പതിനേഴോ റിപ ഗാഗരി, പതിനേഴോ റിപ ഗാഗരി, പതിനേഴോ റിപ ഗാഗരി, പതിനേഴോ പതിനെട്ടോ സരി പതിനെട്ടോ സരി പതിനെട്ടോ, പതിനേഴോ പതിനെട്ടോ റിപ ഗാഗരി സരി പതിനേഴോ പതിനെട്ടോ
അത്രയും നന്നാക്കാം നമുക്ക്. രി പ ഗ ഗ രി സ സ സ സ രി 17 18 പ്രായം നീ സ വലിയ നീയാണ് നീ സ പ്രായം. അടുത്തത് മൂവന്തി മൂവന്തി പനി സഗരിക മൂവന്തി നീ വലുത് ഗാ ചെറുത് പനി സഗരിക മൂവന്തി പൊയ്കയിൽ സരി സ സ സ സരി സ സ സ മൂവന്തി പൊയ്കയിൽ പനി സഗരിക സരി സ സ സ പനി സഗരിക സരി സ സ സ മൂവന്തി പൊയ്കയിൽ. മനസ്സിലായോ? പനി സഗരിക സരി സ സ സ മൂവന്തി 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 പനി സഗരിക മൂവന്തി പൊയ്കയിൽ സരി സ സ സ പൊയ്കയിൽ. റിമ പദ പദ മഗ ഗരി രി മുങ്ങി നീരാടി. റിമ പദ പദ അതാ വലുത്. റിമ പദ പദ മഗ ഗരി രി മുങ്ങി നീരാടി. മനസ്സിലാവുന്നുണ്ടോ? റിമ പദ റിമ പദ പദ മുങ്ങി നീ അവിടെയാണ് പദ നീ. റിമ പദ പദ മുങ്ങി നീരാടി നീരാടി മഗ ഗരി രി നീരാടി മഗ ഗരി രി മുങ്ങി നീരാടി. റിമ പദ പദ മഗ ഗരി രി മുങ്ങി നീരാടി. റിമ പദ പദ മഗ ഗരി രി മുങ്ങി നീരാടി. മനസ്സിലായോ? പാവാട മാറ്റിയ പ്രായം. റിപഗാരി 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 പാവാട റിപഗാരി പാവാട മാറ്റിയ സരി മാറ്റിയ സരി മാറ്റിയ പ്രായം. സരി ഭയങ്കര ചൂടാ. ഇവിടെ ഒന്നായിട്ട് വാതിലടച്ചിട്ട് ഫാന് പോലും ഇടാതെ നിൽക്കുക. ശ്രുതിന്റെ എന്തെങ്കിലും പ്രശ്നം വരും വിചാരിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഇങ്ങനെ. എന്നാലും ഞാൻ നമ്മുടെ കുറേയൊക്കെ പറയാം. വിഷമം വേണ്ടേ, നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ചൂടുണ്ട്, ചേർത്ത് ഒലിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ക്ലിയർ ആക്കി തരും. നിങ്ങൾ പഠിക്കണം. ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാം. അപ്പൊ എവിടെയും ഇതാണ് നിങ്ങളുടെ വർത്തമാനം പറഞ്ഞാല് പാവാട മാറ്റിയ പ്രായം. റിപഗാരി സരി സെക്കൻഡ് പാവാട മാറ്റിയ റിപപഗ പാവാട പാവാട റിപപഗാരി റിപപഗാരി ഇപ്പപഗാരി ചെറിയൊരു മാറ്റ ഒന്നിച്ചു പോകും. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട അവിടെ റിപപഗാരി പാവാട റിപപഗാരി. മനസ്സിലായോ? റിപപഗാരി പാവാട മാറ്റിയ പ്രായം. സരി മാറ്റിയ പ്രായം. ഇത്രയും പഠിക്ക്. ഇതിൽ നമുക്ക് അനുപല്ലവി അടിപൊളിയാക്കണം. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ നന്നായി പഠിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം എപ്പോഴും പറയണ്ടല്ലോ അല്ലേ. എല്ലാവരും വളരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ്
പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തും എത്രയോ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും. അപ്പം നമ്മളൊരു മൈൻഡിൽ ഒരു ഡിസിഷൻ എടുക്കുക. അതിൽ നല്ല ഉറപ്പുണ്ടാവണം ആ ഡിസിഷനിൽ. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രാക്ടീസ് ചെയ്യുക. ലക്ഷ്യം എപ്പോഴും ആവശ്യമാണ്. ഓരോ സമയം കൊടുക്കുക. സമയത്തിന് ഭയങ്കര വിലയാണ്. ഈ ഭയങ്കരം എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള വാക്കാണ് കേട്ടോ. നമ്മൾ നല്ല നല്ല എല്ലാ കാര്യത്തിലും ഭയങ്കര സ്നേഹം, ഭയങ്കര ഇഷ്ടം. ഈ ഭയങ്കരം എന്ന് പറയുന്നത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വാക്കാണ്. ശരിക്കും നമ്മൾ നല്ല ഇഷ്ടം, നല്ല സ്നേഹം, ഒരുപാട് ഇഷ്ടം, ഒത്തിരി ഇഷ്ടം എന്നൊക്കെയാണ് പറയേണ്ടത്. നമ്മളെന്താ പറയുക, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഭംഗിയാണ്, ഇതൊക്കെയാണ് പറയുക. ശരിക്കും അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു വാക്കാണ്. ആവശ്യത്തിന് ഉപയോഗിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നന്നായി പഠിക്കുക. നല്ല മനസ്സോടെ എല്ലാവർക്കും അത് എന്താ പറയുക വിതരണം ചെയ്യുക, പകർന്നു കൊടുക്കുക. എന്നാൽ നമുക്ക് ദൈവം ഇങ്ങോട്ട് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ശരി.